ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കുക്കിംഗ് ലോ. ഇന്ന് ഞാൻ വളരെ വ്യത്യസ്തമായ ഒരു ആന്ധ്ര സ്റ്റൈൽ കോവയ്ക്ക ചമ്മന്തിയാണ് ചെയ്യാൻ പോകുന്നത്. കോവയ്ക്ക എന്ന് കേട്ടിട്ടുടനെ ഇതിനി ചമ്മന്തി അരച്ചാൽ എങ്ങനെ ഇരിക്കും എന്നൊന്നും വിചാരിക്കേണ്ട. അസാധ്യ ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെ കഴിക്കാം. കോവയ്ക്ക ഇഷ്ടമല്ലാത്തവർ പോലും കഴിച്ചു പോകും. അത്ര ടേസ്റ്റിയാണ് സംഭവം. കോവയ്ക്ക മാത്രമല്ല, വെണ്ടയ്ക്ക, വഴുതനങ്ങ, പീച്ചിങ്ങ, ചുരയ്ക്ക, അങ്ങനെ നിങ്ങൾ എന്ത് പച്ചക്കറി എടുത്താലും അതുകൊണ്ട് നിങ്ങൾ ഒരു ചമ്മന്തി അരയ്ക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആദ്യം റെഫർ ചെയ്യേണ്ട കുസീൻ എന്ന് പറയുന്നത് തെലുഗു കുസീനാണ്. ആന്ധ്രാക്കാർ ഈ പച്ചക്കറിയൊക്കെ വെച്ച് ചട്നി ഉണ്ടാക്കുന്നതിൽ ഭയങ്കര ടാലൻറ്റഡ് ആണ്. അവരുടെ ചമ്മന്തി എല്ലാം അസാധ്യ ടേസ്റ്റുമാണ്. അപ്പം നമുക്കിന്ന് ഐശ്വര്യമായിട്ട് കോവയ്ക്ക ചമ്മന്തിയിൽ തുടങ്ങാം. ആദ്യം തന്നെ 4 ടേബിൾ സ്പൂൺ നിലക്കടല എണ്ണയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ എടുക്കാം. 4 ടേബിൾ സ്പൂൺ ഓയിൽ എടുക്കുക. അതിനകത്തേക്ക് 1 ടീസ്പൂൺ ജീരകം, 1 ടീസ്പൂൺ മല്ലി ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. 1 ടേബിൾ സ്പൂണോളം ദാൽ മിക്സ്. ഇതൊക്കെ നന്നായി ചേർത്തൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കുക. അതേ ഓയിലിലേക്ക് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ 1/2 ടീസ്പൂണോളം ഉലുവയും കൂടെ ചേർക്കാം. ഞാൻ ചേർത്തിട്ടില്ല. ഇനി ഈ ഓയിലിലേക്ക് 45 ഗ്രാം, അതായത് 8 മുതൽ 10 വരെ ലൈറ്റ് ഗ്രീൻ കളർ ചില്ലി, ഞാൻ കുറച്ച് എരിവ് കുറഞ്ഞ മുളകാണ് എടുത്തിരിക്കുന്നത്. 45 ഗ്രാമോളം ഞാൻ എടുത്തിട്ടുണ്ട്. 8 ടു 10 എണ്ണം, നമ്പറിൽ 8 ടു 10 എണ്ണം വരും. അത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇത്രയും ചില്ലിയുടെ എണ്ണം കാണുമ്പോൾ തന്നെ എനിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ നിങ്ങൾ എന്തായിരിക്കും വിചാരിക്കുക, ദൈവമേ ഇത്രയും എരിവോ എന്ന്. ഞാൻ ഇതിൻ്റെ കാര്യം പറഞ്ഞുതരാം. ഈ വീഡിയോയുടെ അവസാനം ഞാൻ ഇതിനുള്ളൊരു സൊല്യൂഷൻ, ഒരു ട്രിക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ആന്ധ്രയിലെ എല്ലാ ഫുഡും സ്പൈസി ഫുഡാണ്. പക്ഷേ മലയാളികൾക്കും മറ്റ് സ്റ്റേറ്റിലുള്ളവർക്കൊന്നും ഇത്രയും സ്പൈസി ഫുഡ് കഴിക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അതിന് എന്ത് ചെയ്യണം എന്നുള്ള ട്രിക്ക് ഞാൻ ഈ വീഡിയോയുടെ അവസാനം ചേർത്തിട്ടുണ്ട്. മാത്രമല്ല, ഈ ചോറിൻ്റെ കൂടെ കഴിക്കാനുള്ള ചട്നി, പച്ചടി തുടങ്ങിയ വിഭവങ്ങൾക്ക് കുറച്ച് എരിവ് കൂടുതൽ വേണം. എങ്കിലേ നമ്മളത് ചോറുമായിട്ട് കുഴച്ച് കഴിക്കുമ്പോൾ ശരിയാവുള്ളൂ. നമ്മൾ വെറുതെ കഴിക്കുമ്പോൾ ചിലപ്പോൾ എരിവ് കൂടുതലായിട്ട് തോന്നും. പക്ഷെ നമ്മൾ ചോറിൻ്റെ കൂടെ നെയ്യൊക്കെ ഒഴിച്ചതങ്ങ് കുഴച്ച് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ, ആ എരിവ് അങ്ങ് ശരിയായി പോകും. ഈ എരിവ് ചേർക്കുന്നതിനോടൊപ്പം അത് ബാലൻസ് ചെയ്യുന്ന രീതിയിൽ ഉപ്പും പുളിയും നമ്മൾ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള ട്രിക്ക് ഞാൻ ഈ വീഡിയോയുടെ അവസാനം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ട്രിക്ക് കാണാതെ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകരുത്. അപ്പോൾ ഈ ലൈറ്റ് ഗ്രീൻ കളറിലുള്ള ചില്ലി നന്നായി വറുത്ത് മാറ്റി വെക്കുക. അതേ ഓയിലിലേക്ക് ഒരു 10 ഗ്രാം ഗാർലിക്, അതായത് 8 ടു 9 നോർമൽ സൈസിലുള്ള ഈ ഗാർലിക് പോട്ട്സ് ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കുക. പിന്നെ ഇതേ എണ്ണയിലേക്ക് തന്നെ 250 ഗ്രാമോളം കോവയ്ക്ക ചെറുതായി അരിഞ്ഞത് അല്ലെങ്കിൽ വട്ടത്തിൽ അരിഞ്ഞതോ നന്നായി ചേർത്തൊന്ന് ഫ്രൈ ചെയ്യുക. അതൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ അതിനകത്തേക്ക് ഒരു നാടൻ തക്കാളി, എനിക്ക് ഏറെക്കുറെ അതൊരു 115 ഗ്രാം, ഒരു 1.5 നാടൻ തക്കാളി എന്ന് വേണമെങ്കിൽ പറയാം, 115 ഗ്രാമോളം വന്നു. അതും കൂടെ ചേർത്തൊന്ന് ഫ്രൈ ചെയ്യുക. അതിനകത്തേക്ക് ഈ പുളിപ്പ് എരിവൊക്കെ ബാലൻസ് ചെയ്യാൻ കുറച്ചൊരു ചെറിയ മധുരം നമുക്ക് വേണം. അപ്പോൾ ആ മധുരത്തിന് വേണ്ടിയിട്ട് സവാള, ഒരു വലിയ സവാളയുടെ പാതി, ഒരു 30 ഗ്രാമോളം വരും. വെറുതെ ചെറുതായിട്ട് അരിയൊന്നും വേണ്ട, ഒരു 4 കഷ്ണമാക്കി അരിഞ്ഞ് ചേർത്ത് മിക്സ് ചെയ്ത് വഴറ്റുക. എന്നിട്ട് അതിനകത്തേക്ക് കുറച്ച് പുളിയും കൂടെ ചേർക്കുക, ഒരു ചെറിയ കഷ്ണം പുളി. എന്നിട്ട് ഇതെല്ലാം ഒന്ന് നന്നായി ഫ്രൈ ചെയ്ത് അതിൻ്റെ പച്ചമണം മാറുമ്പോൾ അതിനകത്തേക്ക് കൊറിയാൻഡർ ലീവ്സ്, മല്ലിയിലയും കൂടെ ചേർക്കുക. ഒരു 40 ഗ്രാമോളം, ഒരു വലിയ ബഞ്ച് ഓഫ് മല്ലിയില ചേർത്ത് നന്നായി അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റി ഫാനിൻ്റെ കീഴിലൊന്ന് പരത്തിയിട്ടൊന്ന് ആറ്റിയെടുക്കുക. ഇനിയാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. കാരണം ഈ ആന്ധ്രയിലെ ചട്നി പണ്ട് ഒരു ഉരുള് പോലൊരു സാധനത്തിൽ അവർ ഇടിച്ച് എടുക്കുക ചെയ്യുക. അപ്പോൾ അതിന് കുറച്ച് പച്ചമുളകിൻ്റെ അളവൊന്നും കൂടിയാലും പ്രശ്നമില്ല. പക്ഷെ നമ്മളിന്നത് മിക്സിയിലാണ് അരച്ചെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആന്ധ്ര സ്റ്റൈൽ ചട്നി ഒന്നും അങ്ങനെ ഭയങ്കര സ്മൂത്ത് പേസ്റ്റായിട്ട് അരച്ചെടുക്കരുത്. അത് കുറച്ചിങ്ങനെ ഒരു പരുപരുന്ന് തന്നെ ഇരിക്കണം. അതാണ് അതിൻ്റെ ഒരു വിളമ്പേണ്ട രീതി. ഇതിനെ 3ആയി തിരിക്കുക. അതായത് ഗാർലിക്കും ചില്ലിയും, പിന്നെ ജീരകം, കൊറിയാൻഡർ, പപ്പു മിക്സ്, നിലക്കടല, ഇതൊക്കെ ഒരു സെക്ഷൻ. പിന്നെ ഈ പച്ചക്കറി, ടൊമാറ്റോ, ഒനിയൻ, പുളി, അതൊരു സൈഡിൽ. ആദ്യം നിങ്ങൾ പച്ചമുളകും ഗാർലിക്കും മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കുക. അടുത്തതായിട്ട് ജീരകം, കൊറിയാൻഡർ, പപ്പു മിക്സ്, ഇതൊക്കെ ഒന്ന് അരച്ചെടുത്തിട്ട് അതിനകത്തേക്ക് പച്ചക്കറി മിക്സ് ചേർക്കുക. എന്നിട്ട് ഇത് സ്മൂത്ത് പേസ്റ്റ് ആവരുത്. നിങ്ങൾ മിക്സി തുറന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി വിട്ട് പൾസ് മോഡിലേ അരച്ചെടുക്കാവുള്ളൂ. ഇങ്ങനെ സ്മൂത്ത് പേസ്റ്റ് ആയിട്ടല്ല, കുറച്ചിങ്ങനെ പരുപരുന്നിരിക്കുന്ന രീതിയിലേ അരച്ചെടുക്കാവുള്ളൂ. നമുക്ക് അവിടെ ഈ കോവയ്ക്ക ഇങ്ങനെ കടിക്കാൻ കിട്ടണം, ആ രീതിയിലായിരിക്കണം. പൾസ് മോഡിൽ ഇതൊന്ന് അരച്ചെടുക്കുക. ഇനി
സാധാരണ ആന്ധ്ര രീതിയിലാണെന്നുണ്ടെങ്കിൽ ഈ പച്ചമുളകും ഗാർലിക്കും മുഴുവനായിട്ട് അതിനകത്തേക്ക് അങ്ങ് ചേർത്ത് അരച്ചെടുക്കുകയാണ് ചെയ്യുക. പക്ഷേ ഇത്രയും എരിവ് കഴിക്കാൻ പറ്റില്ല എന്നുള്ളവർ ഈ പച്ചമുളക് ഗാർലിക് പേസ്റ്റിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും മാത്രം ചേർത്ത് അരച്ചെടുക്കുക. അപ്പോൾ എരിവ് പാകത്തിനുണ്ടാവും. ഓതൻറ്റിക് ആന്ധ്ര റെസിപ്പി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പച്ചമുളകും ഗാർലിക്കും മുഴുവനായിട്ട് ചേർത്ത് അരച്ചെടുക്കുക. എരിവ് അവരവരുടെ ഇഷ്ടത്തിനുള്ള രീതിയിൽ മതി എന്നുണ്ടെങ്കിൽ ആ പറഞ്ഞിരിക്കുന്ന പച്ചമുളകും ഗാർലിക്കും നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും മാത്രം ചേർത്ത് പൾസ് മോഡിലൊന്ന് അരച്ചെടുത്ത് മിക്സ് ചെയ്യുക. എന്നിട്ട് ഈ സംഭവം നെയ്യ് കൂട്ടി ചോറിൻ്റെ കൂടെ കുഴച്ച് വേണം കഴിക്കാൻ. ഇടയ്ക്ക് ടേസ്റ്റിന് വേണ്ടി ചെറുതായിട്ടൊരു ആവയ്ക്ക ചട്നി, ആവയ്ക്ക അച്ചാറൊന്ന് കടിക്കുകയും ചെയ്യാം. അപ്പം എല്ലാവരും ഇത് മറക്കാതെ ട്രൈ ചെയ്യണം. ഇതുപോലെ ഒരുപാട് പച്ചക്കറികൾ കൊണ്ടുള്ള ഒരുപാട് തരം ചട്നികളുണ്ട്. ഈ കോവക്കയിൽ തന്നെ ഇത് ഒരു തരം ചട്നി, ഇനിയും 2-3 തരം ചട്നികൾ വേറെയുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇതേപോലത്തെ റെസിപ്പി, വ്യത്യസ്തമായ റെസിപ്പി ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നെക്സ്റ്റ് ഏത് പച്ചക്കറി കൊണ്ടുള്ള ചട്നിയാണ് നിങ്ങൾക്ക് കാണാൻ ആഗ്രഹിക്കുന്നത് എന്നും കൂടെ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ നെക്സ്റ്റ് ആ റെസിപ്പി അപ്ലോഡ് ചെയ്യാം. താങ്ക് യു.